അവസ്ഥ തീർച്ചയായും നമ്മോടൊപ്പം VP ദുൽകിഫിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി കൂടി ചേരുകയാണ്. ശ്രീ ദുൽകിഫിൽ, ഈ ഉപമുഖ്യമന്ത്രി, കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാറിന്റെ ഈ വാക്കുകളെ എങ്ങനെയാണ് കേരളത്തിലെ ഒരു കോൺഗ്രസ് നേതാവ് എന്ന നിലയിൽ താങ്കൾ കാണുന്നത്? അല്ല, അത് ഓരോരുത്തർക്കും ഓരോതരമായ വ്യക്തിപരമായ അഭിപ്രായങ്ങൾ ഉണ്ടാവും. ഇത് വ്യക്തിപരമായ അഭിപ്രായമാണോ ദുൽകിഫിൽ? സ്വാഭാവികമായിട്ടും ഓരോ ഘടകത്തിനും കർണാടക ഗവൺമെന്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവരവരുടെ അഭിപ്രായം ഉണ്ടാവും. അതിലപ്പുറത്തേക്കൊന്നും അതിനൊരു പ്രാധാന്യം ഞങ്ങൾ കാണുന്നില്ല. അതായത് കേന്ദ്ര സർക്കാരിനെതിരെ ഒരുമിച്ച് പോരാടണമെന്ന് നിങ്ങളുടെ AICCയുടെ ഭാഗമായ കർണാടകയിലെ ഉപമുഖ്യമന്ത്രിയായ കർണാടക PCCയിലെ DK ശിവകുമാർ, KC വേണുഗോപാൽ അടക്കം ബഹുമാനിക്കുന്ന പുകഴ്ത്തുന്ന DK ശിവകുമാർ പറയുന്നു, കേന്ദ്രത്തിനെതിരെ ഒരുമിച്ച് ഞങ്ങൾ പോരാടും, കേരളത്തിൻ്റെ സമരത്തിനും അത്തരത്തിൽ പിന്തുണയുണ്ട് എന്ന്. അത് വ്യക്തിപരമാണ്, ഒറ്റപ്പെട്ടതാണെന്നാണ് ദുൽകിഫിൽ കാണുന്നത്? AICCയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഇതിനെ ക്ലബ് ചെയ്യേണ്ട ആവശ്യമില്ല. AICCയുടെ നിലപാട് AICC പറയും. AICC ഒരു നിലപാട് വ്യക്തമാക്കിയാൽ അത് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്കും അത് ബാധകമാണ്. കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് DK ശിവകുമാർ മറ്റൊരു അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ അന്ന് AICC ഒരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ അഭിപ്രായത്തോട് യോജിച്ച് മുന്നോട്ട് പോകുന്നതാണ് നാം കണ്ടത്. ഇവിടെ AICCയും PCCകളും ഒക്കെ ഒന്നിച്ചാണ് നിൽക്കുന്നത്, കേരളത്തിലെ കോൺഗ്രസ് ഒഴികെ. അങ്ങനെ ഒന്നുമില്ല. AICCയുടെ നിലപാട് തന്നെയാണ് കേരളത്തിലെ PCCയുടെ നിലപാടും. അങ്ങനെയാണെങ്കിൽ മോദിക്കെതിരായ ഒരുമിച്ചുള്ള പോരാട്ടത്തിൽ കേരളത്തോടൊപ്പം ചേരാത്തത്? കേരളത്തിലെ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേന്ദ്ര സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ ആനുകൂല്യങ്ങളും ലഭിക്കണമെന്ന് തന്നെയാണ് കേരളത്തിലെ പ്രതിപക്ഷത്തിന്റെയും താല്പര്യം. പക്ഷെ ഈ സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് യോജിച്ചു പോകാൻ പറ്റില്ല എന്ന് മാത്രമാണ് സൂചിപ്പിച്ചത്. അതേപോലെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആദ്യമായി ഇന്ത്യൻ പാർലമെന്റിൽ ഈ വിഷയത്തിന് സബ്മിഷനായി ഉന്നയിച്ചത് ബഹുമാനപ്പെട്ട തൃശൂർ MP TN പ്രതാപനായിരുന്നു. അതുകൊണ്ട് ആ സമയത്തൊന്നും ഒരു ഇടതുപക്ഷ MPമാരെ നമ്മൾ കണ്ടിട്ടില്ല. അപ്പൊ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു ചർച്ചക്കൊന്നും അതൊരു അത്ര ശുഭകരമായ ഒരു ചർച്ചയാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. എന്തുകൊണ്ട്? അത് DK ശിവകുമാർ അങ്ങനെ അദ്ദേഹത്തിന്റെ ഒരു അവിടെയുള്ള ഒരു വ്യക്തിപരമായ അതായത് ഇന്ന് കർണാടകത്തിൽ കോൺഗ്രസ് ആണല്ലോ ശ്രീ ദുൽകിഫിൽ, കർണാടകത്തിലെ കോൺഗ്രസ്, കർണാടക സർക്കാർ ഒരുമിച്ച് കേന്ദ്രത്തിന്റെ അവഗണനയ്ക്കെതിരെ, ഫെഡറൽ മൂല്യങ്ങളെ ലംഘിക്കുന്നതിനെതിരെ, സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിനെതിരെ, BJP ഇതര സംസ്ഥാനങ്ങളെ ഞെക്കിക്കൊല്ലുന്നതിനെതിരെ ഒക്കെ പ്രതിഷേധം വെക്കുകയാണ്. അതിൻ്റെ തുടർച്ചയായി നാളെ കേരളവും പ്രതിഷേധം വെക്കുന്നു. ഇവിടെ കക്ഷി രാഷ്ട്രീയമല്ല, സംസ്ഥാന താല്പര്യവും കേന്ദ്രത്തിൻ്റെ ഏകാധിപത്യ പ്രവണതയ്ക്കും എതിരാണ് എന്നാണ് നിങ്ങളൊക്കെ പറയുന്നത്. അവിടെ കേരളത്തിൻ്റെ വിഷയം വരുമ്പോൾ മാത്രം കേരളത്തിലെ കോൺഗ്രസ് പുറംതിരിഞ്ഞു നിൽക്കുന്നത് ശരിയാണോ? ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കുകയാണ്. കക്ഷി രാഷ്ട്രീയ സങ്കുചിതമായി സംസ്ഥാന താല്പര്യങ്ങൾക്കെതിരെ നിൽക്കുന്നു നിങ്ങൾ എന്ന ആക്ഷേപം നിങ്ങൾക്ക് നേരിടേണ്ടി വരില്ലേ ദുൽകിഫിൽ? ഇതാണ് ശിവകുമാറിന്റെ വാക്കുകളിൽ നിന്ന് ഞങ്ങൾ വായിച്ചെടുക്കുന്നത്. ഞങ്ങൾക്ക് ഒരു ആക്ഷേപവും നേരിടേണ്ടി വരില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്ത്യൻ പാർലമെന്റിൽ ആദ്യമായിട്ട് സബ്മിഷൻ ഉന്നയിച്ചത് കോൺഗ്രസിന്റെ MP ആണ്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ ഇടപെടേണ്ട രീതിയിലൊക്കെ ഇടപെട്ടു. അവിടെ തീർന്നോ? TN പ്രതാപൻ അവിടെ ഒരു റിപ്പോർട്ട് അവതരിപ്പിച്ചത് കൊണ്ട് തീർന്നോ? അതിലപ്പുറത്തേക്ക് ധനകാര്യ വകുപ്പ് മന്ത്രി ഉൾപ്പെടെ കോൺഗ്രസിന്റെ MPമാർ കണ്ടിരുന്നു. അതുകൊണ്ട് അത്തരത്തിൽ ഇടപെടലുകളൊക്കെ നടത്തുന്നുണ്ട്. പക്ഷേ സംസ്ഥാന ഗവൺമെന്റിന്റെ ഈ സാമ്പത്തികമായിട്ടുള്ള അനാസ്ഥ അത് അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ടുള്ള ഒരു വ്യത്യസ്തമായ സമീപനം സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത് കൊണ്ടാണ് ഒരു സംയുക്തമായ സമരത്തിന് കർണാടകയിലെ ധനവിനിയോഗത്തിന്റെ പ്രശ്നമാണ് എന്ന് അവിടെ നിലനിൽക്കുന്ന ഇടതുപക്ഷമോ അല്ലെങ്കിൽ ഇന്ത്യ മുന്നണിയുടെ ഭാഗമാക്കായവരോ പറയുകയാണ്. കർണാടക സർക്കാരിന്റെ പിടിപ്പുകേടാണ്, കേന്ദ്രത്തിന്റേതല്ലെന്ന് പറഞ്ഞാൽ ഈ ഒരുമിച്ചുള്ള പോരാട്ടം എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥം ദുൽകിഫിൽ? കർണാടകയിലെ വ്യത്യസ്തമായ സാഹചര്യമാണ്. കർണാടകയിലെ ഗവൺമെന്റ് വന്നിട്ട് അത്രേ കാലമായിട്ടേ ഉള്ളൂ. അതുകൊണ്ട് അത് വ്യത്യസ്തമായ സാഹചര്യമാണ്. എന്റെ ചോദ്യം ലളിതമാണ് ദുൽകിഫിൽ. അതായത് ഇവിടെ പ്രതിരോധത്തിലാവുകയാണ് കോൺഗ്രസിന്റെ ഈ ഇരട്ട രാഷ്ട്രീയം. കോൺഗ്രസ് ഒരു തരത്തിലും ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഇരട്ട രാഷ്ട്രീയവും ദുമുഖവും കൂട്ടിമുട്ടുകയാണ്. അതിലെ വൈരുദ്ധ്യം ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ദുൽകിഫിൽ.
നോക്കൂ, അല്ലല്ല, പ്രതിപക്ഷ നേതാവ് പ്രശ്നമില്ല. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശരിയാണ്, ഒരു പ്രതിപക്ഷം എന്ന നിലയിൽ, ക്രിയാത്മക പ്രതിപക്ഷം എന്ന നിലയിൽ സംസ്ഥാന സർക്കാരിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള ധനവിനിയോഗത്തിലെ മിസ്മാനേജ്മെന്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം, പറയണം, അത് ശരിയാണ്. പക്ഷേ കേന്ദ്രം തരാനുള്ളതെല്ലാം തന്നു, സംസ്ഥാനം പറയുന്നത് കള്ളക്കണക്കാണ് എന്ന് മാധ്യമങ്ങളെ വിളിച്ചുകൂട്ടി പറഞ്ഞ പ്രതിപക്ഷ നേതാവ് ഇന്ന് കേന്ദ്രത്തിൻ്റെ സംസ്ഥാനങ്ങൾക്കെതിരെയുള്ള പോരാട്ടത്തിൽ കേരളത്തിൻ്റേത് വളരെ നീതിയുക്തമായ സമരമാണ്, അതിൽ ഞങ്ങളും അവരോടൊപ്പം ചേരുന്നു എന്ന് കർണാടകത്തിലെ കോൺഗ്രസ് AICCയുടെ ഭാഗമായ ശ്രീ ഡി കെ ശിവകുമാർ പറയുകയാണ്. ഡി കെ ശിവകുമാർ കർണാടകത്തിലെ കോൺഗ്രസ് നേതാവാണെങ്കിലും അദ്ദേഹത്തിന് ഒരു ദേശീയ രാഷ്ട്രീയ പരിപ്രേക്ഷ്യമുണ്ട് ഉണ്ടല്ലോ. അപ്പോൾ ആ നേതാവ് പറയുകയാണ് ഇതിനെതിരെ എങ്ങനെ കേരളത്തിലെ കോൺഗ്രസ് ജനങ്ങളോട് വിശദീകരിക്കും? നിങ്ങൾ മോദി സർക്കാരിനെതിരാണ്, BJPയുമായി ഒരു കൂട്ടുകെട്ടില്ല. ഇത് നാളെ ദുൽഖിഫിൽ, നാളെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ ഈ BJP സർക്കാരിന് അനുകൂലമായി, BJPക്ക് അനുകൂലമായി കോലീബി എന്നൊക്കെ പറയുന്ന ആരോപണങ്ങളുണ്ടല്ലോ, ആ വടകര ബേപ്പൂർ മോഡൽ, ഇതൊക്കെ ആരോപിച്ചുകൊണ്ട് പ്രതിപക്ഷ നേതാവിനും നിങ്ങൾക്കുമൊക്കെ എതിരെ LDF പ്രചരണം നടത്തും. അപ്പോൾ നിങ്ങൾക്ക് പ്രതിരോധിക്കാൻ വാക്കുകളില്ലാതാവില്ലേ ശ്രീ ദുൽഖിഫിൽ? CPM-നെ സംബന്ധിച്ചിടത്തോളം ഏത് തരത്തിലുള്ള ആരോപണങ്ങളും അവർക്ക് ആരോപിക്കുന്നതിൽ വലിയ എന്താ പറയുക പ്രയാസമൊന്നുമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ്. കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഡാറ്റാ ബേസ്ഡ് കൃത്യമായി പഠിച്ചതിന് ശേഷമായിരിക്കും സംസാരിച്ചിട്ടുണ്ടാവുക. 2, BJPയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആർക്കാണ് സഖ്യമുള്ളത് എന്നുള്ളത് ലാവിൻ കേസ് 40-ാം തവണ മാറ്റിവെച്ചപ്പോഴും അതോടൊപ്പം തന്നെ മഞ്ചേശ്വരം കോയൽപ്പണ കേസിൽ സുരേന്ദ്രൻ പുഷ്പം പോലെ ജാമ്യം നേടി പൊതുസമൂഹത്തിലേക്ക് വരുമ്പോഴും ആരാണ് BJPയുമായി സഖ്യമുള്ളത് എന്ന് കൃത്യമായി ഈ കേരളത്തിലെ പൊതുസമൂഹത്തിന് ബോധ്യമുണ്ട്. അതുകൊണ്ട് അത്തരത്തിലുള്ള ഇടപാടുകളും അത്തരത്തിലുള്ള ആരോപണങ്ങളൊന്നും ഇവിടെ വില പോവുകയില്ല. കേരളത്തിലെ പൊതുസമൂഹം വിശ്വസിക്കാൻ പോകുന്നുമില്ല. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ പറഞ്ഞത് കൃത്യമായിട്ടുള്ള കാര്യസഹിതമാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട്. കൃത്യമായുള്ള ഒരു കാരണം എന്ന് പറയുമ്പോൾ ദുൽഖിഫിൽ അതിനെ സംസ്ഥാപിക്കാനുള്ള പോയിന്റുകൾ താങ്കൾ മുമ്പോട്ട് നിർത്തണം. ഒന്ന്, കേരളം കേന്ദ്രത്തിൻ്റെ സംസ്ഥാനദ്രോഹ നയങ്ങൾക്കെതിരെ സമരം ചെയ്യുന്നു. സമാനമായ രീതിയിൽ തമിഴ്നാടും യോജിക്കുന്നു. സമാനമായ രീതിയിൽ കർണാടകത്തിലെ കോൺഗ്രസും യോജിക്കുന്നു. കോൺഗ്രസിൻ്റെ ദേശീയ വീക്ഷണം അതിനനുകൂലമാണ്. പക്ഷേ കേരളത്തിലെ കോൺഗ്രസ് മാത്രം ഇതിനെതിരായി നിലനിൽക്കുന്നു, ഇതിനെതിരായി വാദങ്ങൾ ചമയ്ക്കുന്നു. അപ്പോൾ ആത്യന്തികമായി അതിൻ്റെ ഗുണഭോക്താക്കൾ BJPയാണ്, കേരളത്തിലേതടക്കം. അപ്പോൾ BJPയുടെയും കേന്ദ്ര രാഷ്ട്രീയത്തിൻ്റെയും പൊതുവിലുള്ള കോൺഗ്രസിന്റെയും ഇന്ത്യ മുന്നണിയുടെയും കാഴ്ചപ്പാടിന് വിരുദ്ധമായി എങ്ങനെ കേരളത്തിലെ കോൺഗ്രസിന് നിൽക്കാനാകുന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. അല്ല, കേരളത്തിലെ കോൺഗ്രസ് കേന്ദ്ര സർക്കാർ എടുക്കുന്ന നയത്തിനെതിരാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ സ്വാഭാവികമായിട്ടും പാർലമെന്റിൽ കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി ആലോചിച്ചതിന് ശേഷമാണ് അങ്ങനെയുള്ള സബ്മിഷൻ കാര്യങ്ങളൊക്കെ ഉന്നയിച്ചുകൊണ്ട് പാർലമെന്റിൽ അത് ആ വിഷയം ശ്രദ്ധയിൽപ്പെടുത്തി കേന്ദ്ര സർക്കാരിനെ ശ്രദ്ധയിൽപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അവിടെ അത്തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത്. അപ്പൊ അതിൽ അങ്ങനെ നിങ്ങൾക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അപ്പൊ അതിലെല്ലാം കൃത്യമായ നിലപാടുണ്ട്. പക്ഷേ തീർച്ചയായും ഇതിനകത്ത് CPM-ന് എന്താണ് പറയാനുള്ളതെന്ന് CPM നേതാക്കന്മാർ ഞങ്ങൾ ബന്ധപ്പെടുന്നുണ്ട്. അവർ ഈ വിഷയത്തിൽ ദുൽഖിഫിലിനോട് പ്രതിരോധം തീർക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. പക്ഷെ അവരെ വിളിക്കുന്നതിനും വിളിച്ച് ലഭിക്കുന്നതിനും ചെറിയ സമരവുമായി ബന്ധപ്പെട്ട് ഞങ്ങൾക്ക് വ്യത്യസ്തമായ സമീപനമുണ്ട്. ആ വ്യത്യസ്തമായ സമീപനമാണ് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി KPCC എടുത്തത്. പിന്നെ AICCയുടെ നിലപാട് ഇതാണ് എന്ന് പറയുന്നതിനോട് ഒരു ശതമാനം പോലും യോജിക്കാൻ സാധ്യത. പറയാൻ നിങ്ങൾ സമ്മതിക്കും. AICC എന്ന് പറയുന്ന സംവിധാനത്തിനെതിരായിക്കൊണ്ട് കേരളത്തിലെ കോൺഗ്രസ് പാർട്ടിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കില്ല. അങ്ങനെ നിലപാട് AICC ഇതുവരെ വ്യക്തമാക്കിയില്ല. അങ്ങനെ AICC വ്യക്തമാക്കുന്ന ഒരു സമയം വരുമ്പോൾ നമുക്ക് ആ സമയത്ത് അതിനെപ്പറ്റി അഭിപ്രായം പറയാം. അല്ല, AICC വ്യക്തമാക്കുന്നില്ല എന്നുള്ളതല്ല. നിങ്ങളൊരു ദേശീയ, ഇപ്പോൾ ഉദാഹരണത്തിന് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 19-1 എന്ന അനുപാതത്തിൽ നിങ്ങൾ നേടിയപ്പോൾ അതിനു മുമ്പ് നിങ്ങൾ കേരളത്തോട് പറഞ്ഞിരുന്നത് എന്താണ്? ദുൽഖിഫിൽ, ഇവിടെ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകുന്ന വയനാട് MP വരുന്നു, അല്ലെങ്കിൽ വയനാട്ടെ സ്ഥാനാർത്ഥി എത്തുന്നു, രാഹുൽ ഗാന്ധി എത്തുന്നു, നമുക്ക് ഒന്നിച്ചു നിന്ന് ദേശീയ തലത്തിലേക്ക് പോരാടണം,
അപ്പോൾ അതിന് ഒരു ശക്തമായ നേതൃത്വത്തിന് സംഭാവന കേരളത്തിൽ തരണം. അപ്പോൾ കേന്ദ്ര സർക്കാരിനും മോദി സർക്കാരിനും എതിരായ ഈ രാജ്യത്തിൻ്റെ കൂട്ടായ്മയ്ക്കൊപ്പമായിരുന്നില്ലേ നിങ്ങൾ? അത് പറഞ്ഞല്ലേ 19 എന്ന 1 എന്ന അനുപാതത്തിൽ നിങ്ങൾക്ക് ലോക്സഭയിൽ നേട്ടം കൊയ്യാനായത്. ഇപ്പോഴിതാ കേരളത്തിൻ്റെ വിഷയം വരുമ്പോൾ മറ്റൊരു നിലപാട്, ദേശീയ തലത്തിൽ മറ്റൊരു. അപ്പോൾ സങ്കുചിതമായ ഒരു കക്ഷി രാഷ്ട്രീയ താല്പര്യമാണോ, സംസ്ഥാനത്തിൻ്റെ താല്പര്യമാണോ നിങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത്? അപ്പോൾ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ BJP വിരുദ്ധതയുണ്ടോ? കാരണം BJPയുടെ വേദിയിൽ, RSS വേദിയിൽ പോയി വിളക്ക് കൊളുത്തി VD സതീശൻ, ഇതൊക്കെ LDF പറയില്ലേ? ഇതിനെ എങ്ങനെ നിങ്ങൾ പ്രതിരോധിക്കും? സംസ്ഥാനത്തിന്റെ പൊതുവിഷയം വരുമ്പോൾ BJPക്കൊപ്പമുള്ള നിലപാട് കേരളത്തിലെ നേതൃത്വം സ്വീകരിക്കുന്നു, ദേശീയ നേതൃത്വത്തിന് വിരുദ്ധമായി. ഇത് ദുൽഖഫിൽ ഇത് എങ്ങനെ സ്റ്റാൻഡ് ചെയ്യും? അല്ലല്ല, നമ്മൾ ഓരോന്നെടുത്ത് പരിശോധിക്കുകയാണെങ്കിൽ, അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാട് CPM-ഉം BJP-യുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. BJP-യും CPM-ഉം കൂടി ഭരിക്കുന്ന പഞ്ചായത്തുകളുള്ള സംസ്ഥാനമാണ് കേരളം. അതുകൊണ്ട് പ്രാദേശിക തലത്തിലുള്ള അത്തരം കാര്യങ്ങൾ പറഞ്ഞാൽ SDPI-യും കോൺഗ്രസുമായി യോജിച്ച് ഭരിക്കുന്ന സംസ്ഥാന പഞ്ചായത്തിലെ അത് വിടൂ, പ്രാദേശികം മറ്റൊരു തരത്തിലല്ലേ? ഇവിടെ നോക്കൂ, ഒരു ദേശീയ വിഷയമാണ്, ഇവിടെ ദേശീയ വിഷയമാണ്. ദുൽഖഫിൽ പോകണ്ട. ഞാൻ പറഞ്ഞത് ലാവ്ലിൻ കേസ് 39ാം തവണയും മാറ്റി വെക്കുമ്പോ ഇവിടെ പരിപാടി ബന്ധപ്പെട്ടുകൊണ്ട് അവർക്ക് ഇഷ്ടമുള്ള കോടതിയിൽ മെറിറ്റില്ലാത്തതുകൊണ്ടല്ല ലാവ്ലിൻ കേസ് മാറ്റിവെക്കുന്നത്. അത് വെറുതെ കോടതി വെറുതെ വിട്ടതാ, അതിനെതിരെ CBI പോയതാണ്. CBI ഹാജരാകുന്നില്ല. തീർച്ചയായും ഇപ്പോൾ നമ്മുടെ